ആശ്വാസവും പ്രോത്സാഹനവും ആത്മീയ ഉൾക്കാഴ്ചയും നൽകുന്ന ഒരു സന്ദേശം. നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങളോട് ചെയ്തിരുന്ന നിയമത്തിൻ്റെ വചനം ഓർപ്പിൻ. എൻ്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട. ബാബിലോണിയ പ്രവാസത്തിന് ശേഷം യെരുശലേമിലേക്ക് മടങ്ങിയെത്തിയ ഇസ്രായേലിയരോടാണ് ദൈവം ഈ വാക്കുകൾ പറഞ്ഞത്. ആലയം പുനർനിർമ്മിക്കുവാനും അവരുടെ സാമൂഹിക വ്യവസ്ഥിതികളെ പുനഃസ്ഥാപിക്കുവാനും അവർ പാടുപെടുകയായിരുന്നു. അവർക്ക് ആവേശമുള്ളപ്പോൾ തന്നെ നിരുത്സാഹവും അനുഭവപ്പെട്ടിരുന്നു. എന്നാൽ അവർക്ക് അന്ന് ദൈവം നൽകിയ അതേ സന്ദേശം ഇന്ന് നമുക്കുള്ള സന്ദേശം കൂടിയാണ്. ദൈവം എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടെന്നും ദൈവാത്മാവ് നമ്മുടെ മധ്യേ നിലനിൽക്കുന്നുവെന്നും നമുക്ക് ഭയപ്പെടുവാൻ ഒരു കാരണവുമില്ലെന്ന് ഓർക്കുക. ഈ വാഗ്ദത്തം തൻ്റെ ജനവുമായുള്ള ദൈവത്തിൻ്റെ ഉടമ്പടിയിലാണ് വേരൂന്നിയിരിക്കുന്നത്. അവർ മിസ്രയീമിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അവരോട് ചെയ്ത ഉടമ്പടിയെക്കുറിച്ച് ദൈവം അവർ ഓർമ്മപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലായ്പ്പോഴും നമ്മോടൊപ്പമുണ്ടെന്ന് ശക്തമായ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. നമ്മുടെ ദൈനംദിന പോരാട്ടങ്ങളിൽ നിന്ന് വളരെ അകലെ നിൽക്കുന്ന ഒരു വിദൂര ദൈവമല്ല നമുക്കുള്ളത്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ വിശദാംശങ്ങളും അവൻ അറിയുന്നു. അതിനാൽ ഭയപ്പെടേണ്ട എന്ന് ദൈവം പറയുമ്പോൾ തന്നെ അത് നിസ്സാരമായി കാണരുത്, സംശയിക്കുകയും. നാം ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണെന്നും നമ്മെ കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടെന്നും നമ്മെ നയിക്കുവാനും സംരക്ഷിക്കുവാനും അവൻ എല്ലായ്പ്പോഴും നമ്മോടൊപ്പം ഉണ്ടാകുമെന്നും നമ്മൾ ഓർക്കണം. ഇന്ന് നമ്മൾ വെല്ലുവിളികളെയും പോരാട്ടങ്ങളെയും അഭിമുഖീകരിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ വാഗ്ദത്തം ഓർക്കാം. നമുക്ക് അവിടുത്തെ നന്മയിലും സ്നേഹത്തിലും ദൈവ സാന്നിധ്യത്തിലും പൂർണ്ണമായി തികച്ചും വിശ്വസിക്കാം. ഗോഡ് ബ്ലെസ് യു.